മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മുസ്തഫ ഖമേനി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. പക്ഷെ അന്ന് നടന്ന ആക്രമണത്തിൽ ഖമേനി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മുസ്തഫ രക്ഷപ്പെട്ടത് തലനാഴിലേക്കാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മുസ്തഫയുടെ വീടും താഴെയുള്ള വസതിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീടും ആക്രമണത്തിൽ തകർന്നു. ഇറാനിലെ പുതിയ പരമോന്നതാവ് മുസ്തഫ ഖമേനി ഇത്തരത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. വലിയ ഭാഗ്യത്തിന് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. പൂന്തോട്ടത്തിൽ നടക്കാൻ പോയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ മുസ്തഫയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടുവെന്നും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ ആക്രമണം, ഇസ്രായേൽ നടത്തിയ ആക്രമണം മുസ്തഫയെ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു. മുസ്തഫയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അതിനുശേഷമാണ് മുസ്തഫ ഇപ്പോൾ റഷ്യയിൽ ചികിത്സയിൽ പോയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രോട്ടോകോൾ തലവൻ കൂടിയായ മസാഹർ ഹുസൈനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശത്തിലൂടെയാണ് എന്നാണ് വിവരം. അജയ് സുധാ ബിജു, നമുക്കറിയാം അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ എല്ലാ നേതാക്കളെയും കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന്. പക്ഷേ മുസ്തഫ മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മുസ്തഫ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഗുരുതരമായ പരിക്കുണ്ട്, വീഡിയോ സന്ദേശങ്ങളില്ല. അങ്ങനെ ചില ദുരൂഹതകളുണ്ട്. മുസ്തഫ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് എന്നുള്ള തരത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങളൊക്കെ വന്നത് ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം തന്നെ റഷ്യയിലേക്ക് ഇറാൻ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. പിന്നീടാണ് ഇറാനിൽ തന്നെ നടന്ന ഒരു ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി തൻ്റെ കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത്. അതിനിടെ മുജ്തബ ഖമേനി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പരിക്കുകളോടെ ചികിത്സയിലാണ് എന്നതാണ് ചില പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. ഇറാൻ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ മുജ്തബ ഖമേനി മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെറും എഴുതിക്കൊടുത്ത പ്രസ്താവനകൾ മാത്രം വരുന്നത് ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. പിന്നെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം നോക്കുകയാണെങ്കിൽ അബ്ബാസ് അരക്ചി പറഞ്ഞ ഈ കാര്യങ്ങൾ, ഇറാന്റെ രാഷ്ട്രീയം അത് ശക്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് അത്രത്തോളം ശക്തമല്ല എന്ന് നമുക്ക് ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആയത്തുള്ള അലി ഖമേനി അവരുടെ പരമോന്നത നേതാവിനോടൊപ്പം കൊല്ലപ്പെട്ട നേതാക്കൾ നിലവിൽ അലി ലാരിജാനി ഇപ്പോൾ ഏറ്റവും പുതുതായി കൊല്ലപ്പെട്ടതാണ്. അതുപോലെ അലി ഷംഖാനി അവരുടെ ദേശീയ പ്രതിരോധ കൗൺസിൽ തലവൻ കൊല്ലപ്പെട്ടു. മുഹമ്മദ് പോക്പർ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. അതുപോലെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള അസീസ് നാസിർ ഷാ കൊല്ലപ്പെട്ടു. പിന്നെ ഗുലാം റിസ സുലൈമാനി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അർദ്ധ സൈനിക വിഭാഗം കമാൻഡറാണ്. അതുപോലെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ടുള്ള സയ്യിദ് അബ്ദുൾ റഹീം മുസാവി കൊല്ലപ്പെട്ടിട്ടുണ്ട്.